വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ രാവിലെ ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചനയിലാണ്. അന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാർത്തികയാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും വഴി കിട്ടിയോ എന്നിങ്ങനെ കാർത്തിക ചോദിക്കുകയാണ്. അന്നേരം രാത്രി ഉറക്കം കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, പക്ഷെ ഒരു വഴിയും കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതൊക്കെ വലിയ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. എനിക്ക് ഹർഷനിലേക്കും വിഷ്ണുവേട്ടൻ്റെ ശാലിനിയിലേക്കുമുള്ള വഴി മാത്രമാണ് ഈ കല്യാണ നാടകം. അതിനിപ്പോൾ ശാന്തി മുഹൂർത്തമൊക്കെ കുറിക്കാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ശരിയായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളുടെ മേലിൽ ആർക്കും ഒന്നും സംശയമില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പൊക്കെ അവർ മുന്നോട്ട് കാട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇതൊക്കെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹർഷന് മനസ്സിലാകും. പക്ഷേ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ ഹർഷൻ തന്നെ എന്ത് വിചാരിക്കും? അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്നെ ജയശങ്കറിനെ കൊണ്ട് കെട്ടിക്കുക തന്നെ ചെയ്യും. പിന്നെ വിഷ്ണുവേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. മധുശ്രീ വെയിറ്റിങ്ങിലാണ്. സത്യാമ്മ എന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ അടുത്ത് ഇടപഴകേണ്ട കാര്യങ്ങളാണ്. ഈ ശാന്തി മുഹൂർത്തം അതൊക്കെ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി എന്ന പോലെ കാർത്തിക അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ വിഷ്ണു പതുക്കെ പറ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു എത്തുമ്പിടി ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. തുടർന്ന് പിന്നെ കാർത്തിക പറയുന്നുണ്ട്, സത്യാമ്മ നമ്മളെപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ്, ശരി തന്നെ. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ അച്ഛനടക്കം ഇവിടെ എല്ലാവർക്കും കാഞ്ഞ ബുദ്ധിയാണ്. ഇവിടുത്തെ ചുവരിന് പോലും കാതുണ്ട്. ഏത് നിമിഷവും നമ്മൾ പിടിക്കപ്പെടാമെന്ന് പറയുകയാണ്. ഞാൻ ആലോചിക്കട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഇവർ അവിടെ നിന്ന് സംസാരിച്ച ശേഷം അങ്ങ് റൂമിലേക്ക് വരികയാണ്. പിന്നീടും കാർത്തിക അങ്ങ് പറയുന്നുണ്ട്, ഇവിടെ കഴിയുന്ന ഓരോ നിമിഷവും എങ്ങനെയാണെന്ന് വിഷ്ണുവേട്ടന് അറിയാമോ? ഒരു സംഘം പോലീസുകാരുടെ ഇടയിൽ പതുങ്ങിയിരിക്കുന്ന മോഷ്ടാവിനെ പോലെയാണ് എൻ്റെ ഒരു അവസ്ഥ. ഞാനൊരു വൈരമാല മോഷ്ടിച്ചുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഏത് നിമിഷവും എനിക്ക് പുറത്തു കടക്കാനും പറ്റില്ല, ഏത് നിമിഷവും എന്നെ പിടിക്കപ്പെടാം. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്യാമ റൂമിൻ്റെ വാതിൽക്കലേക്ക് വരുന്നുണ്ട്. സത്യഭാമ പറഞ്ഞു വിട്ടിട്ട് കാർത്തികയെയും വിഷ്ണുവിനെയും വിളിക്കാനായിട്ട് ശ്യാമ വന്നതാണ്. തുടർന്ന് ശ്യാമ ഇങ്ങനെ സംശയത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. തുടർന്ന് കാർത്തികയങ്ങ് സംസാരിക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് കാർത്തികയുടെ കഴുത്തിൽ മാലയില്ല എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ്. അന്നേരം എടോ തൻ്റെ കഴുത്തിൽ താലിമാല എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അയ്യോ കുളിക്കാൻ പോയപ്പോൾ ഊരി വെച്ചതാണ്, ശീലമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അത് മുതൽ ശ്യാമ കേൾക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ മേശപ്പുറത്തിരിക്കുന്ന കാണുകയാണ്. ഇതാ അവിടെ എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് കാർത്തിക അതെടുത്ത് കഴുത്തിലൂടെ ഇടുന്നുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ ഇതിൽ വലിയ വിശ്വാസമാണ്, പുതിയ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. എന്നിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ വലിയ വിശ്വാസമാണ്, ഒരു സംശയത്തിനും ഇട കൊടുക്കരുതെന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തിക പറയുന്നുണ്ട്, മുമ്പൊക്കെ ആണെങ്കിൽ താലിമാല ഊരി വെച്ചാൽ അത് പിന്നെ ഭർത്താവ് തന്നെ കഴുത്തിലിടണം, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഞാനോ? എന്നെ കൊണ്ടിടാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ശ്യാമയെ കാണുന്നത്. പക്ഷേ കാർത്തിക തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ശ്യാമയെ കാണുന്നില്ല. അന്നേരം കാർത്തിക പറയുന്നുണ്ട്, അതിനിവിടെ വിഷ്ണുവേട്ടൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ വേറെ തരത്തിലുള്ളതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തിക വീണ്ടും ഈ കല്യാണ നാടകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമെന്ന് വിഷ്ണുവിന് ബോധ്യമാവുകയാണ്. വിഷ്ണു പെട്ടെന്ന് അല്ല ശ്യാമയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കാർത്തിക കേൾക്കാൻ വേണ്ടി തന്നെയാണ്. അന്നേരം എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ടത്തേക്ക് വാ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പെട്ടെന്നൊരു കള്ളി ഒളിപ്പിക്കാനുള്ള വെപ്രാളമൊക്കെ വിഷ്ണുവിൻ്റെ മുഖത്തൂടെ എങ്ങും ഇനി മറഞ്ഞു പോവുകയാണ്. തുടർന്ന് പെട്ടെന്ന് വിഷ്ണു അവിടെ ഇരിക്കുന്ന ഫോൺ അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോണിലേക്കൊക്കെ നോക്കുകയാണ്. അന്നേരം ശ്യാമ ആ റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം വിഷ്ണു ഫോണിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവളെ കേട്ട് കാണുമോ? കേട്ട് കാണില്ല ചിലപ്പോൾ, എന്നാൽ ഇവളുടെ നോട്ടത്തിൽ വലിയ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ വിഷ്ണു മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ ശ്യാമയുടെ മുഖത്ത് നോക്കാതെ, നീ വന്നിട്ട് കുറേ നേരമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കുറച്ച് നേരമായി, നിങ്ങൾ ആ താലിമാലയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയില്ലേ, അപ്പോൾ ഞാൻ വന്നു എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവും കാർത്തികയും അന്തം വിടുകയാണ്. അന്നേരം സത്യാമ്മയ്ക്ക് എന്തോ സംശയത്തിന് ഇട കൊടുക്കരുതെന്ന് പറഞ്ഞില്ലേ, അതെന്താ പറഞ്ഞ, അത് മുതൽ ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. പിന്നെ വിഷ്ണു പെട്ടെന്ന് അങ്ങ് ആദ്യം ഒന്ന് തപ്പുന്നുണ്ട്. എന്നിട്ട് സംശയമോ? അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോൾ സംശയിക്കേണ്ട ആവശ്യം എന്താ, നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, സത്യാമ്മയ്ക്ക് അതൊക്കെ വിശ്വാസമാണ്, ദേഷ്യം വരുത്തരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വിഷ്ണു പെട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ദേഷ്യമൊന്നല്ല, സംശയമൊന്നും തന്നെയാണ്, ഞാൻ വ്യക്തമായിട്ട് കേട്ടത് തന്നെയാണെന്ന് ശ്യാമത്താറ് തട്ടനെ നിൽക്കുകയാണ്. അന്നേരം കാർത്തിക ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞതില്ല, ഇപ്പോൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തിക പറയുന്നുണ്ട്, പഴയ ജനറേഷനൊക്കെ അല്ലേ അതൊക്കെ വിശ്വാസം, ഇപ്പോഴത്തേത് സെൻസിറ്റീവ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്, അതെന്താ വിഷ്ണുവേട്ടന് താലിമാല ഇട്ട് കൊടുക്കാനായിട്ട് ഇത്ര മടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവും കാർത്തിക ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. പെട്ടെന്ന് കാർത്തിക അങ്ങ് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിത് സ്ഥിരമായിട്ട് കഴുത്തിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, വിഷ്ണുവേട്ടനെ എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നങ്ങ് പറയുകയാണ്.
അന്നേരം ശ്യാമ പറയുകയാണ്, മിടുക്കിയാണല്ലോ, എല്ലാ പഴുതുകളും അടച്ചു എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് അല്ല നീ ഇപ്പോൾ എന്തിനാ വന്നേ എന്നിങ്ങനെ വിഷ്ണു പെട്ടെന്നങ്ങ് ചോദിക്കുകയാണ്. വിഷ്ണു ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. ശ്യാമയ്ക്ക് മുഖമൊന്നും കൊടുക്കുന്നില്ല. തുടർന്ന് പഴയ ജനറേഷന് താല്പര്യമുള്ള ഒരു കാര്യം താഴെ നടക്കുന്നുണ്ട്. അതിന് നിങ്ങളെ വിളിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് സത്യാമ്മ പറഞ്ഞു വിട്ടതാണ് എന്നിങ്ങനെ പറയുകയാണ്. സത്യാമ്മ വിളിപ്പിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് സത്യാമ്മ വിളിപ്പിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് മനസ്സിലാകുന്നത്. പെട്ടെന്ന് പറഞ്ഞു അല്ല അമ്മ വിളിപ്പിച്ചോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിഷ്ണു അവിടെ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ്. ഫോണും കൊണ്ടങ്ങ് അങ്ങ് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ശ്യാമയെ ഒരു നിമിഷം നോക്കിയ ശേഷം കാർത്തികയും അങ്ങ് താഴേക്ക് പോവുകയാണ്. എന്നിട്ട് ശ്യാമ കരുതുന്നുണ്ട്, കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ എന്തൊക്കെയോ രഹസ്യം എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, എന്തായാലും കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ശ്യാമയും താഴേക്ക് അങ്ങ് പോവുകയാണ്. അന്നേരം അവിടെ താഴെയാണെങ്കിൽ ജ്യോത്സ്യൻ വന്നിട്ടുണ്ട്. സത്യഭാമ ജ്യോത്സ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജ്യോത്സ്യൻ പഞ്ചാംഗമൊക്കെ നോക്കി കയ്യിൽ വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് കുറിക്കുകയാണ്. അതേസമയം രാഘവൻ നായരും പിടിച്ചുകൊണ്ട് പിള്ള അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ ദേഷ്യത്തിലാണ്. അങ്ങോട്ട് വിടറോ, അകത്തും പിടിച്ചുകൊണ്ടാണോ നടക്കുന്നതെന്ന് പറഞ്ഞ് പിള്ളയെ പിടിക്കാനായിട്ട് രാഘവൻ നായർ സമ്മതിക്കുന്നില്ല. തുടർന്ന് രാഘവൻ നായർ ഭാമയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇരിക്ക് രാഘവേട്ടാന്ന് പറയുകയാണ്. അന്നേരം എന്താ എന്നിങ്ങനെ ദേഷ്യത്തോട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം വീട്ടിലൊരു പ്രധാന ചടങ്ങ് നടക്കുമ്പോൾ ഗൃഹനാഥൻ വേണ്ടേ, അങ്ങോട്ട് ഇരിക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ അങ്ങോട്ടത്തേക്ക് ഇരിക്കുമ്പോൾ എന്താണാവോ പ്രധാന ചടങ്ങ് എന്നിങ്ങനെ രാഘവൻ നായർ കളിയാക്കി ചോദിക്കുകയാണ്. അന്നേരം ശാന്തി മുഹൂർത്തം കുറിക്കുന്ന കാര്യം രാഘവൻ സാറിനോട് പറഞ്ഞില്ലേ എന്ന് ജ്യോത്സ്യൻ ചോദിക്കുകയാണ്. അന്നേരം ആരുടെ ശാന്തി മുഹൂർത്തം, എൻ്റെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞതാണ്, അതൊക്കെ ഇവൾക്കറിയാം എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ മിണ്ടായിരിക്കും രാഘവേട്ടാന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് വിഷ്ണുവും കാർത്തികയും കൂടി അന്നേരം ആ സ്റ്റെയറിൻ്റെ മുകളിൽ നിൽക്കുന്നേ ഉള്ളൂ. താഴേക്ക് പോകാമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ കാർത്തിക ചോദിക്കുകയാണ്. എന്തായാലും ഇത്രത്തോളം ആയില്ലേ, ഞാൻ കൂടെ ഇല്ലേ, താൻ വാ എന്ന് പറഞ്ഞിട്ട് കാർത്തികയും കൊണ്ട് വിഷ്ണു ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതേസമയം സത്യഭാമ പൊന്നിയോട് ജ്യോത്സ്യന് ഒരു ചായ എടുക്കാൻ പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, പൊന്നി ദേ ജ്യോത്സ്യം വന്നിരിക്കില്ലേ, ശാന്തി മുഹൂർത്തം കുറിക്കാനായിട്ടാണ്, വിഷ്ണുവിൻ്റെയും ആ പുതിയ പെണ്ണിൻ്റെയും ശാന്തി മുഹൂർത്തം കുറിക്കാനാണ്, ഒരു സ്പെഷ്യൽ ചായ ഇങ്ങോട്ട് എടുത്തോന്നും പറഞ്ഞൊരു അർത്ഥം വെച്ച് രാഘവൻ നായർ പറയുകയാണ്. അത് കേട്ടുകൊണ്ട് പൊന്നിയാണെങ്കിൽ കിച്ചണിലേക്കും പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും പിന്നെ കാർത്തികയും കൂടി അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ വാ മോളെ എന്നൊക്കെ പറഞ്ഞ് കാർത്തികയെ ഭാമ അടുത്തേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇരിക്കാനൊക്കെ പറയുമ്പോൾ വേണ്ട സത്യമേ ഞാൻ നിന്നോളാന്ന് പറയുകയാണ്. രാഘവൻ നായർക്ക് അതൊന്നും അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. വിഷ്ണുവിനോട് ഇരിക്കടാന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ നാൾ എനിക്കറിയാം, പുതിയ മരുമകളുടെ നാൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവൻ നായർ കളിയാക്കുകയാണ്. പിന്നെ പേര് കാർത്തിക എന്നല്ലോ, അപ്പം നാൾ ഭരണിയായിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ജ്യോത്സ്യനെ നോക്കുമ്പോൾ ഒന്ന് ചുമ്മാതിരിക്കും രാഘവേട്ടാന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം ജ്യോത്സ്യം പറയുകയാണ്, ഇപ്പോൾ പേര് കാർത്തികയായെന്ന് കരുതി നാളെ അത് തന്നെ ആവണമെന്നില്ലല്ലോ എല്ലാവർക്കും, ഇപ്പോഴത്തെ പരിഷ്കാരമൊക്കെ അനുസരിച്ച് എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തിക പറയുകയാണ്, അന്ന് അങ്ങനെ പരിഷ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല, കാർത്തിക നക്ഷത്രത്തിൽ തന്നെയാണ് ജനിച്ചത്, അതുകൊണ്ട് തന്നെയാണ് സ്വാമിനി എനിക്ക് കാർത്തിക എന്ന പേരിട്ടത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. നല്ല കള്ളങ്ങളാണല്ലോ പറഞ്ഞൊപ്പിക്കുന്നത്, അനാഥാലയോ അതൊക്കെ. ഇതേസമയം അടുക്കളയിലേക്ക് പോകുന്ന പൊന്നിയാണെങ്കിൽ ചായ ഇടാൻ തുടങ്ങുമ്പോൾ പഞ്ചസാരയുടെ ടിൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം രാഘവൻ സാറ് പറഞ്ഞതുപോലെ ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്നതല്ലേ, സ്പെഷ്യൽ ചായ തന്നെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര ഇടുന്നില്ല, അതിനൊരു ഉപ്പ് ഇടുകയാണ്. ആദ്യം ഒരു സ്പൂൺ ഇടുന്നുണ്ട്. അന്നേരം നല്ലോണം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് 2-3 സ്പൂൺ ഉപ്പ് അങ്ങോട്ടിട്ട് കലക്കി നല്ലൊരു ചായ സ്പെഷ്യൽ ടീയുമായിട്ട് പൊന്നി വരുന്നുണ്ട്. തുടർന്ന് പൊന്നിയാണെങ്കിൽ ചായ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായരാണെങ്കിൽ ഇങ്ങനെ പൊന്നിയെ തന്നെ നോക്കുകയാണ്. രാഘവൻ നായർ പറഞ്ഞതുപോലെ പൊന്നി എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടാകുമെന്ന് രാഘവൻ നായർക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് ചായ കുടിച്ചിട്ട് സംസാരിക്കാൻ തിരുമേനി എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഇന്ന് എന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യനാണെങ്കിൽ അങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം ചായ കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അല്ല, എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ മധുരമാവാം എന്നല്ലേ എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഈ ജ്യോത്സ്യനാണെങ്കിൽ ചായ എടുത്തിട്ട് അത് ഒരു കവള് കുടിക്കുകയാണ്. കുടിക്കുമ്പോഴത്തേക്ക് അത് ഉപ്പ് കാരണം അങ്ങോട്ട് തുപ്പാനും വയ്യ, വായിൽ ഇങ്ങനെ കൊണ്ട് നിൽക്കുകയാണ്, കുടിച്ചിറക്കാനും വയ്യ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് ശാന്തി മുഹൂർത്തത്തിന് നല്ല ദിവസം എന്നാണോ തിരുമേനി പറയുന്നത് എന്ന്. അന്നേരം രാഘവൻ നായർ പെട്ടെന്ന് പറയുകയാണ്, ഈ തിരുമേനിയുടെ ജ്യോത്സ്യൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ ഇന്ന് നല്ല ദിവസം അല്ല എന്ന്. അങ്ങനെയല്ലേ ജ്യോത്സ്യരെയും ചോദിക്കുമ്പോൾ അങ്ങനെ അത് തുപ്പാനും വയ്യ കുടിച്ചിറക്കാനും വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇങ്ങനെ തലയാട്ടുകയാണ്. അന്നേരം അതെ അതെ എന്നിങ്ങനെ പറയുന്നു. തുടർന്ന് വിഷ്ണുവിനാണെങ്കിൽ സംഭവം മനസ്സിലാകുന്നില്ല, പക്ഷേ മുകളിൽ നിൽക്കുന്ന ശ്യാമയ്ക്കും പൊന്നിക്കും പിന്നെ രാഘവൻ നായർക്കും ഒക്കെ കാര്യം മനസ്സിലാവുകയാണല്ലോ. തുടർന്ന് പെട്ടെന്ന് അങ്ങത് ചായ അങ്ങോട്ട് കുടിച്ച് ഇറക്കുന്നുണ്ട്. അന്നേരം അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ആ ചായ അങ്ങോട്ട് വയ്ക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അടുത്ത മുഹൂർത്തം നോക്കിയാട്ടെ, ഓരോ ദിവസം നോക്കുമ്പോഴും ഓരോ പിന്നെ കവൾ വീതം ചായ ഇതിൽ നിന്ന് കുടിക്കണം, ഇത് കുടിച്ചിട്ട് സംസാരിച്ചാൽ മതി, അപ്പോൾ ചായയും കുടിക്കാം മുഹൂർത്തവും നോക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത്
ശരിയാണ്, തിരുമേനി ചായയും കുടിക്കണം എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിനൊന്നും മനസ്സിലാകുന്നില്ല. അന്നേരം പിള്ളയും പറയുന്നുണ്ട്, സത്യമ്മ പറഞ്ഞാൽ ആരും സത്യമ്മ പറയുന്ന വാക്ക് ആരും തള്ളാറില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് കുടിച്ചേ മതിയാകൂ എന്നുള്ളത് ജ്യോത്സ്യർക്കങ്ങ് മനസ്സിലാക്കുകയാണ്. തനിക്ക് പറഞ്ഞൊരു ഇട്ട കെണി തന്നെയാണ് എന്നും മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നോക്കണമെന്ന് പറയുമ്പോൾ ജ്യോത്സ്യനാണെങ്കിൽ രാഘവൻ നായർ നോക്കുകയാണ്. മുഹൂർത്തം കുറിച്ചാൽ അതിൽ നിന്നും ചായ കുടിക്കണമെന്നാണല്ലോ പറഞ്ഞത്. വയറിന് വല്ലാതെ ഉരുണ്ടൊക്കെ കയറുന്നുണ്ട്. അതുകൊണ്ട് ജ്യോത്സ്യർ പെട്ടെന്നങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് ഈ ആഴ്ച നല്ല സമയം ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും? ശാന്തി മുഹൂർത്തത്തിന് ആഴ്ചയിൽ ഈ മാസത്തെ ഏതെങ്കിലും ദിവസം നോക്കാനായിട്ട് സത്യഭാമ പറയുകയാണ്. അന്നേരം ഈ മാസത്തിലും അങ്ങനെ നല്ലൊരു ദിവസം ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. ജ്യോത്സ്യനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി, വയറൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന മുഹൂർത്തമല്ലേ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ കുറേ തത്വചിന്തകളൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജ്യോത്സ്യം കൂടി കാവൽ നിന്നാലേ ശാന്തി മുഹൂർത്തം കുറിക്കത്തുള്ളൂ, എനിക്ക് പോയേ ഒക്കുള്ളൂ, അത്യാവശ്യം ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വയറും തടവിക്കൊണ്ട് പെട്ടെന്ന് ജ്യോത്സ്യൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം ശ്യാമയ്ക്കും പിള്ളയ്ക്കും പൊന്നിക്കും രാഘവൻ നായർക്കും ഒക്കെ എങ്ങ് ചിരി വരികയാണ്. പക്ഷേ ഭാമയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല, വിഷ്ണുവിനും അങ്ങോട്ട് കാര്യം മനസ്സിലാവുന്നില്ല. തുടർന്നാണെങ്കിൽ ജ്യോത്സ്യർ പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇയാൾക്ക് ഇതെന്താ പറ്റിയതെന്നും പറഞ്ഞ് ഭാമ ആലോചിച്ച് നോക്കിയാണ്. അന്നേരം നക്ഷത്രങ്ങൾക്കൊക്കെ വിവരമുണ്ട് ഭാമയെ, ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ നീ ക്ഷണിക്കുന്നത്, ചേരേണ്ടത് തന്നെ ചേർക്കാനായിട്ട് ദൈവത്തിന് അറിയാമെന്ന് പറയുകയാണ്. അന്നേരം ഈ വിവരദോഷിയൊക്കെ മുഹൂർത്തം കുറിക്കാനായിട്ട് ക്ഷണിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് വിഷ്ണുവിനാണെങ്കിൽ ആകെ സന്തോഷമാവുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ കാർത്തിയെ നോക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ജ്യോത്സ്യൻ്റെ പിന്നാലെ ഇറങ്ങുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഒരു ചാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് രാഘവൻ നായർ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കാർത്തികയെ നോക്കി ദേഷ്യപ്പെട്ടങ്ങ് മുഖം തിരിഞ്ഞിരിക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ പുറത്തേക്കും പോകുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അന്നേരം വിഷ്ണു, ഞാൻ നേരത്തെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ വിഷ്ണു മുറ്റത്ത് വെച്ച് വീണ്ടും ജ്യോത്സ്യനെ കാണും. നിങ്ങൾ എൻ്റെ മുത്തല്ലേ ജ്യോത്സ്യരെ എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ജ്യോത്സ്യർ ശാന്തി മുഹൂർത്തം കുറിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്നാണ് ശാലിനിയോട് ശ്യാമ വിളിച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നതും ഇനി മധുശ്രീയുടെ കുറേ വേലത്തരങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് വിഷ്ണു സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, താങ്ക് യു.